ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും ചൂടൊക്കെ ആയതുകൊണ്ട് നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിപ്പുണ്ടാവില്ലേ. അപ്പോൾ ഇതിനെ നോമ്പ് തുറക്കാനായിട്ട് അടിപൊളി ഡ്രിങ്ക് ഒന്ന് റെഡിയാക്കിയല്ലോ. അപ്പോൾ ഇതിന് വാട്ടർ മെലൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പകുതി മതിയാവും. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പീസ് കൂടി ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിക്കാറ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു ജാർ എടുക്കാം. അതിലോട്ട് അരിഞ്ഞ വാട്ടർ മെലൺ ഇട്ട് കൊടുക്കുക, ഷുഗർ ആഡ് ചെയ്യാം, ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഈ ബാക്കിയുള്ള വാട്ടർ മെലന് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറുതായിട്ട് മാക്സിമം എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ ക്ഷമയായിട്ട് ചെയ്യേണ്ട പണി. അപ്പോൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഇതുപോലെ ഒരു ജഗ് എടുക്കുക. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്ത വാട്ടർ മെലൺ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് കട്ട് ചെയ്തതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി, നല്ല തണുത്ത വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ്, ഒന്ന് ടേസ്റ്റ് ഒന്നുകൂടി കൂട്ടാനായിട്ട് കുറച്ച് മതിയാവും കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വാനിലയാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിൽ 2 സ്കൂപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കളറൊക്കെ മാറുന്നുണ്ടോ, നല്ല രസമല്ലേ. ഇതുപോലെ തന്നെയാണ് കേട്ടോ, കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.